ഞാൻ തോമസ് മാത്യു ഹ്യൂസ്റ്റൺ വോയിസിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എനിക്ക് ഒരവസരം തന്നതിന് ഹ്യൂസ്റ്റൺ വോയിസിൻ്റെ ഉടമസ്ഥനായ ശ്രീ സെന്നിയോട് എനിക്ക് നന്ദിയുണ്ട്. ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്, കേരളത്തിലെ ട്രിവാൻഡ്രം. എൻ്റെ വൈഫ് അന്നമ്മ ഡാനിയേൽ. എനിക്ക് 2 മക്കൾ. ഒരാൾ ഇവിടെ ഹ്യൂസ്റ്റണിലുണ്ട്, മറ്റൊരാൾ ഇംഗ്ലണ്ടിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജനിച്ചതും വളർന്നതും പ്രാഥമിക വിദ്യാഭ്യാസം നിർവഹിച്ചതും. അതിനുശേഷം ഞാൻ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും മാവേലിക്കരയിലെ പ്രസിദ്ധമായ ബിഷപ്പൂർ കോളേജിൽ നിന്ന് ഡിഗ്രിയും എടുത്തു. അതിനുശേഷം ഞാൻ KSRTCയിലെ ക്ലറിക്കൽ കേഡറിൽ എനിക്ക് ജോലി കിട്ടുകയും അവിടെ ജോയിൻ ചെയ്യുകയും ചെയ്തു. അവിടെ തന്നെ തുടർന്നു. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് അന്നമ്മ ഡാനിയൽ എന്ന വനിതയാണ്. അവർ ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്നും പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം സെക്രട്ടേറിയറ്റിൽ ജോലിക്ക് കയറുകയും അവിടെ നിന്ന് ഒരു അഡീഷണൽ സെക്രട്ടറിയായി വിരമിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് 2 മക്കളാണ്. ഒരാൾ അരുൺ ഹ്യൂസ്റ്റണിലെ IT പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുന്നു. ഇളയാളെ അച്ചു, അവൻ ഇംഗ്ലണ്ടിൽ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് അവിടെ ജോലി ചെയ്യുകയാണ്. 2 പേരും വിവാഹിതരാണ്, മക്കളുണ്ട്. ഇതാണ് എന്നെപ്പറ്റി പൊതുവായിട്ട് പറയാനുള്ളത്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഞങ്ങളുടെ കരുനാഗപ്പള്ളിയിലെ തന്നെ കൊല്ലക എന്ന പ്രദേശത്തെ ഒരു CMS LP സ്കൂളിലായിരുന്നു. അതിനുശേഷം ഞാൻ കരുനാഗപ്പള്ളി ടൗണിലുള്ള ബോയ്സ് ഹൈസ്കൂളിൽ ചേർന്നു. അവിടുത്തെ ഹെഡ് മാസ്റ്റർ പ്രസിദ്ധ നടനായിരുന്ന നെടുമുടി വേണുവിൻ്റെ അമ്മാവനായ VA നാരായണപിള്ള സാറായിരുന്നു. അഗാധ പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിട്ട് പഠിക്കാനിടയായതിൽ ഇന്നും എനിക്ക് അഭിമാനമുണ്ട്. സംഗീതത്തിൻ്റെയും കഥകളിയുടെയും ഓട്ടംതുള്ളലിൻ്റെയൊക്കെ പ്രാഥമിക പാഠങ്ങൾ അദ്ദേഹം ക്ലാസ്സിൽ ഞങ്ങൾക്ക് നൽകുമായിരുന്നു. അവിടെ ആ SLC പാസ്സായതിന് ശേഷം ഞാൻ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലാണ് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം നടത്തിയത്. അവിടുത്തെ ചില അധ്യാപകരെ പറ്റി ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. MRT നായർ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഇംഗ്ലീഷ് അധ്യാപകൻ. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ ഇരിക്കാൻ സാധിച്ചത് ജീവിതത്തിലെ ഒരു അനുഭവമായിരുന്നു. ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും ഞാൻ ഇന്നത്തെ SFIയുടെ പൂർവ്വരൂപമായ KSFൻ്റെ പ്രവർത്തകനായിരുന്നു. ശാസ്താംകോട്ട കോളേജിൽ നിന്നും പിന്നെ ഞാൻ പോയത് മാവേലിക്കര ബിഷപ്പൂർ കോളേജിലേക്കാണ്. യഥാർത്ഥത്തിൽ എന്നെ ഞാനാക്കിയത് ആ കലാലയമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. അവിടുത്തെ അധ്യാപകരെല്ലാം തന്നെ ഒന്നിനൊന്ന് നല്ലവരായിരുന്നു. ഞങ്ങളുടെ എക്കണോമിക്സിൻ്റെ പ്രൊഫസറായിരുന്ന ഡോക്ടർ കൃഷ്ണയ്യർ, ഇംഗ്ലീഷിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായിരുന്ന നൈനാൻ കോശി സാറ്, അന്ന വർഗീസ് മാഡം, അതുപോലെ തന്നെ ഏറ്റവും പ്രസിദ്ധനായ ഒരു അധ്യാപകനായിരുന്നു പിന്നീട് സിനിമാ നടനായി മാറിയ നരേന്ദ്രപ്രസാദ് സാറ്. അത് ജീവിതത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രം ലഭിക്കുന്ന ഒരു അവസരമായിരുന്നു നരേന്ദ്രപ്രസാദ് സാറിൻ്റെ ക്ലാസ്സിലൂടെ പോവുക എന്നുള്ളത്. അങ്ങനെ ഡിഗ്രി എടുത്തതിന് ശേഷം അധികം താമസിക്കാതെ തന്നെ ഞാൻ നേരത്തെ എഴുതിയിരുന്ന ടെസ്റ്റിൽ എനിക്കൊരു നല്ല റാങ്ക് കിട്ടുകയും KSRTCയിലെ മിനിസ്റ്റീരിയൽ വിങ്ങിൽ ജോലി കിട്ടുകയും ചെയ്തു. അതിനുശേഷം മറ്റ് പലയിടങ്ങളിലും ജോലി കിട്ടി. അടൂരിലെ ഗവൺമെൻറ് ട്രഷറിയിൽ, ഗവൺമെൻറ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. പക്ഷേ എന്നാൽ തന്നെയും ഞാൻ KSRTCയിൽ തന്നെ തുടർന്നു. എൻ്റെ പ്രവർത്തന കാലം അത്രയും ഞാൻ ട്രേഡ് യൂണിയൻ രംഗത്ത് വളരെ ശക്തമായിട്ട് തന്നെ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ എൻ്റെ ജോലികൾ ചെയ്യാതെയല്ല, എൻ്റെ ജോലികൾ പരിപൂർണമായിട്ടും ഉറക്കം വളച്ചിരുന്നുകൊണ്ട് പോലും ചെയ്ത് തീർത്തിട്ട് ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ചു. അത് തീർച്ചയായിട്ടും ഒരു വലിയ നേട്ടമായിട്ട് തന്നെയാണ് കരുതുന്നത്. സാധാരണക്കാർക്ക് ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ ജോലി ചെയ്യത്തില്ല, ഉഴപ്പും എന്നൊരു ധാരണയുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയല്ലായിരുന്നു. അതിന് തികച്ചും വിപരീതമായിട്ട് ഞാൻ എൻ്റെ ജോലികൾ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഞാൻ ഞങ്ങളുടെ ഹെഡ് ഓഫീസ് യൂണിറ്റിൻ്റെ CIT യൂണിയൻ്റെ ഹെഡ് ഓഫീസ് യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് മാറി. അതിനുശേഷം ഞാൻ
ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിട്ടും ഞാൻ മാറി. ഈ കാലഘട്ടത്തിലായിരുന്നു എൻ്റെ വിവാഹം. ആലപ്പുഴ സ്വദേശിനിയായ അന്നമ്മ ഡാനിയൽ എന്ന ആളിനെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. അദ്ദേഹം ചങ്ങനാശ്ശേരി ആലപ്പുഴ സെയിൻറ്റ് ജോസഫ്സ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡിഗ്രിയും അതിനുശേഷം ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ നേടി. അതിനുശേഷം മാവേലിക്കര പീറ്റ് മെമ്മോറിയൽ കോളേജിൽ നിന്ന് BEdും കഴിഞ്ഞു. അപ്പോൾ അന്നമ്മയ്ക്ക് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലെ അസിസ്റ്റൻ്റായിട്ട് ജോലി കിട്ടുകയും 78 ജോലി കിട്ടുകയും തുടർന്ന് 2011 മുതൽ 2011 വരെ വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2011 അഡീഷണൽ സെക്രട്ടറി ആയിട്ടാണ് ജോലിയിലിരിക്കുകയാണ് സർവീസിൽ നിന്നും വിരമിച്ചത്. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ജോലിയോടെ 100% ആത്മാർത്ഥത പുലർത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കറപ്ഷന് അതീതമായിരുന്നു. എനിക്ക് തോന്നുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ക്വാളിറ്റി കിട്ടിയത് എൻ്റെ മാതാപിതാക്കളിൽ നിന്നും അമ്മാച്ചന്മാരിൽ നിന്നും അതുപോലെ തന്നെ അതിനുള്ള വിത്തുകൾ പാകി കിട്ടിയത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൽ നിന്നുമാണെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദറായിരുന്ന വിദ്വാൻ VT ഡേവിഡ് അദ്ദേഹം ഒരു മലയാളം അധ്യാപകനായിരുന്നു ഹൈസ്കൂളിൽ. അദ്ദേഹം ആണ് കോട്ടയം ആസ്ഥാനമായിട്ടുള്ള CSI സഭയുടെ ചരിത്രം ആദ്യമായിട്ട് എഴുതുന്നത്. ആംഗ്ലേയ സഭാചരിത്രം എന്ന ആ പുസ്തകം ഇന്നും പല പുതിയ പുസ്തകങ്ങളിൽ പോലും പരാമർശിക്കപ്പെടുന്നുണ്ട്. അവരിൽ നിന്നും പഠിച്ച ഒരു കാര്യം, നമ്മൾ ഗവൺമെൻറ് സർവീസിൽ പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാകണം. നമുക്ക് ജോലി തരുന്നത് അല്ലെങ്കിൽ നമുക്ക് ശമ്പളം തരുന്നത് നമ്മുടെ ജനങ്ങളാണ് എന്ന ചിന്താഗതി ഉണ്ടാകണം എന്ന് അവരിൽ നിന്ന് ഞാൻ പഠിച്ചു. എൻ്റെ അമ്മ സാറമ്മ ഡേവിഡ് അമ്മയൊരു തഹസിൽദാരായിരുന്നു. പക്ഷേ കറപ്ഷനിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആ അമ്മ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അതെനിക്ക് പലപ്പോഴും പാഠമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അപ്പച്ചൻ എക്സൈസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം സാധാരണഗതിയിലെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെ പറ്റി ഒരു പറച്ചിലുണ്ട്, അവർ മിക്കപ്പോഴും എല്ലാവരും തന്നെ നല്ല മദ്യപാനികളായിരിക്കും. എൻ്റെ അപ്പച്ചൻ മദ്യത്തിൽ നിന്നും കൈക്കൂലിയിൽ നിന്നും മാറി നിന്നു. അതുകൊണ്ട് ഞങ്ങൾ 6 പേരും, എനിക്ക് തോന്നുന്നു അതുകൊണ്ടാകാം, ഞങ്ങൾ 6 പേരും തന്നെ വലിയ നിലകളിലെത്തിയില്ലെങ്കിലും എല്ലാവരും തന്നെ സാമാന്യമായിട്ട് ജീവിക്കത്തക്ക നിലകളിലെത്തി. അപ്പോൾ ഇതിനിടയ്ക്ക് എൻ്റെ വ്യക്തിവികാസത്തെപ്പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ വല്യപ്പച്ചൻ്റെ പാദാന്ത്യത്തിലിരുന്നാണ് ബൈബിളിനെ പറ്റി പഠിച്ചത്. ഒരു 7 വയസ്സ് മുതൽ ഞാൻ ബൈബിളിനെ പറ്റി വല്യപ്പച്ചൻ എനിക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു, എൻ്റെ സംശയങ്ങൾ തീർത്തു തരുമായിരുന്നു. അങ്ങനെ വരവേ എനിക്കൊരു 10-11 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ താലൂക്ക് ലൈബ്രറി, ലാലാജി ഗ്രന്ഥശാല എന്ന് കരുനാഗപ്പള്ളിയുള്ളവർക്കെല്ലാം അറിയാം, അവിടെ ഞാൻ അംഗത്വം എടുത്തു. ആദ്യം വായിച്ച പുസ്തകം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയായിരുന്നു. അതിലെ പല കാര്യങ്ങളും ഞാൻ ഓർക്കുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്ന ഒരു വലിയ കാര്യം, അമ്മ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഞങ്ങൾക്ക് വാങ്ങിച്ചു തരുമായിരുന്നു. വല്യപ്പച്ചൻ അതിലെ കഥകളും അതുപോലെ തന്നെ കാർട്ടൂണുകളും ഓരോന്നായിട്ട് വിശദീകരിച്ച് ഞങ്ങൾക്ക് തരുമായിരുന്നു. ലൈബ്രറിയിലെ പുസ്തകങ്ങളും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കാര്യമായിട്ട് ബുദ്ധിപരമായ വികാസം ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അന്ന് മാതൃഭൂമിയിൽ വന്നിരുന്ന ചില നോവലുകളും മറ്റും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പ്രാം സ്റ്റോക്കറിൻ്റെ ഡ്രാക്കുള സീരിയലൈസ് ചെയ്തത് അന്നാണ് ഞാൻ വായിച്ചത്, മാതൃഭൂമിയിലൂടെയാണ് ഞാൻ വായിച്ചത്. അതുപോലെ തന്നെ പോർച്ചുഗീസുകാർ കേരള തീരത്ത് നടത്തിയിട്ടുള്ള അടിമക്കച്ചവടത്തെപ്പറ്റിയും ക്രൂരതകളെപ്പറ്റിയും വിശദീകരിക്കുന്ന ഒരു നോവൽ പഴയകാലത്തുണ്ടായിരുന്നു, തിക്കൊടിയൻ്റെ ചുവന്ന കടൽ. ആ ചുവന്ന കടൽ എന്ന പുസ്തകത്തിലെ പൊക്കൻ എന്ന കഥാപാത്രത്തെ ഞാൻ ഇന്നും ഓർക്കുന്നു. ആ പുസ്തകം ഇന്ന് ഞാൻ വളരെ കാര്യമായിട്ട് തന്നെ എൻ്റെ സ്വന്തം കളക്ഷനിൽ ഞാൻ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വായനയിലൂടെ മുന്നേറിക്കൊണ്ടിരുന്നു. അങ്ങനെ മുന്നേറി വന്നപ്പോൾ പലപ്പോഴായിട്ടും പല പുസ്തകങ്ങളും ശ്രദ്ധയിൽപ്പെട്ടു. റസലിൻ്റെ മാരേജ് ആൻഡ് മോറൽസ് മുതലായ പുസ്തകങ്ങൾ,
വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ തുടങ്ങിയ പുസ്തകങ്ങളും ആ കൂട്ടത്തിൽ വന്നു. അങ്ങനെ ആ വളർച്ചയുടെയും വികാസത്തിൻ്റെയും ഭാഗമായിട്ട് 15 വയസ്സൊക്കെ ആയപ്പോഴേക്കും ഈ മതവും ദൈവവിശ്വാസവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാത്ത ഘടകങ്ങളാണെന്ന് എനിക്ക് പരിപൂർണമായിട്ടും ബോധ്യപ്പെട്ടു. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവയിൽ നിന്നും മാറി നിൽക്കാൻ തീരുമാനിച്ചു. ഇന്നും ഞാൻ എൻ്റെ ജീവിതം ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ ദൈവവിശ്വാസം അല്ലെങ്കിൽ മതവിശ്വാസം ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് തന്നെയുമല്ല ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പറയുകയുണ്ടായി. മോർ ബ്ലഡ് ഷെഡ് ഇൻ ദ നെയിം ഓഫ് ഗോഡ് ആൻഡ് റിലിജിയൻ ദാൻ എനി അതർ കോസ് എന്ന് മാത്രമല്ല, റിലിജിയൻ ഈസ് പോയിസൺ എന്ന് നെഹ്റു പറഞ്ഞു. ഞാൻ ഇന്നും അതിൽ വിശ്വസിക്കുന്നു. ഒരു മനുഷ്യനായിട്ട്, ഒരു നല്ലവനായ മനുഷ്യനായിട്ട് ഈ ലോകത്തിന് വേണ്ടി, ബാക്കിയുള്ളവർക്ക് വേണ്ടി കൂടെ, നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ജീവിക്കാൻ നമ്മളെ സന്നദ്ധരാക്കാൻ മതത്തിന് കഴിയത്തില്ല എന്ന് മാത്രമല്ല, മതം നമ്മളെ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യുകയും ആദ്യമായിട്ട് കാണുന്ന ഒരാളിനെ പോലും അവൻ ഏത് ജാതിക്കാരനാണെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഘടകങ്ങളാണ് ഇവ രണ്ടും എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിദ്വേഷവും വെറുപ്പും ജനിപ്പിക്കുകയും ആ രീതിയിൽ പോവുകയും ചെയ്തിട്ടുള്ളത് മതവിശ്വാസമാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അമേരിക്കയുടെ ചരിത്രവും അതിൽ നിന്നും വിഭിന്നമല്ല. ഇവിടെ 13 കോളനികൾ തുടങ്ങിയപ്പോൾ 8 കോളനികളും വിവിധ വിഭാഗങ്ങളുടെ കൈകളിലായിരുന്നു, മതവിഭാഗങ്ങളുടെ. ആ സ്വന്തം മതവിശ്വാസത്തിൽ വിശ്വസിക്കാത്തവരെ പല രീതിയിൽ ഉപദ്രവിക്കുന്ന പ്രവണതകളുണ്ടെന്ന് അമേരിക്കൻ ചരിത്രം സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അതാണ് എനിക്കതിനെപ്പറ്റി പറയാനുള്ളത്. ഞാൻ അങ്ങനെ KSRTCയിൽ എൻ്റെ ജോലി തുടർന്നു വന്നു. പക്ഷേ എനിക്കൊരു 44 വയസ്സായപ്പോഴത്തേക്കും ഞാനൊരു ഹൃദ്രോഗിയായിട്ട് മാറി. ആൻജിയോപ്ലാസ്റ്റി പലപ്പോഴും വേണ്ടി വന്നു. അപ്പോൾ ആ രംഗത്ത് വെച്ച് ഞാൻ എൻ്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ വിട്ടു നിൽക്കേണ്ടി വന്നു. ഇന്ന് 1955 വയസ്സായി കഴിഞ്ഞിട്ട് 2005 ഞാൻ സർവീസിൽ നിന്നും വിരമിക്കുന്നത് KSRTCയിലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടാണ്. ഞാൻ എൻ്റെ സർവീസിൻ്റെ ബഹുഭൂരിപക്ഷം സമയവും ഞാൻ ജോലി ചെയ്തിരുന്നത് ഹെഡ് ഓഫീസിലായിരുന്നു. ആ റിട്ടയർ ചെയ്യുന്ന കാലഘട്ടത്തിൽ എനിക്ക് കൈമുതലായിട്ടുണ്ടായിരുന്നത് ഞാൻ എന്നെ ഏൽപ്പിച്ച ജോലി, എനിക്ക് എൻ്റെ സ്ഥാപനം തന്ന ജോലി എൻ്റെ കഴിവിനും അപ്പുറമായിട്ട് ചെയ്തെന്നും എൻ്റെ കഴിവുകളും എൻ്റെ എല്ലാ ശ്രമങ്ങളും ആ സ്ഥാപനത്തിൻ്റെ നന്മയ്ക്കായിട്ടാണെന്നും എനിക്ക് പരിപൂർണമായ ബോധ്യമുണ്ട്. അതിലെനിക്ക് വളരെയധികം സന്തോഷവുമുണ്ട്. ഇന്ന് ഞാൻ തിരുവനന്തപുരത്തെ കാഞ്ഞിരമ്പാറ എന്ന സ്ഥലത്ത് വീട്ടിൽ ഞങ്ങൾ 2 പേരും കഴിയുന്നു. മക്കൾ 2 പേരും ഒക്കെ വിദേശങ്ങളിലാണ്. ഞങ്ങൾ 2 പേരും സ്വസ്ഥമായിട്ട് സുഖമായിട്ടും പുസ്തകങ്ങളും വായനയും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും അത്യാവശ്യത്തിന് പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞാനും കഴിയുന്നു. അതാണ് എനിക്ക് എന്നെപ്പറ്റി പറയാനുള്ളത്. ഇന്ന് ഇൻ്റർവ്യൂ നടക്കുന്നത് എൻ്റെ കസിനായ ഡേവിഡ് ജോർജിൻ്റെ വീട്ടിൽ വെച്ചാണ്. ഞാനിവിടെ താമസിക്കുന്നതും ഇവിടെ ഹ്യൂസ്റ്റണിൽ തന്നെയാണ്. ഞാൻ ഇവിടെ വെച്ചിട്ടാണ് ഹ്യൂസ്റ്റൺ വോയിസിൻ്റെ എല്ലാമായ സെന്നിയെ പരിചയപ്പെടുന്നതും ഈ അവസരം എനിക്ക് അദ്ദേഹം നൽകുന്നതും. ഞാനിത് ആദ്യമായിട്ടല്ല അമേരിക്കയെപ്പറ്റി വരുന്നത്. ഞാൻ 7 or 8 തവണ അമേരിക്കയിലെ വിവിധ നഗരങ്ങളിൽ വന്നിട്ടുണ്ട്. വിർജീനിയയുടെ തലസ്ഥാനമായ റിച്ച്മണ്ട്, അതുപോലെ തന്നെ അയോവയുടെ തലസ്ഥാനമായ ഡെമോയിൻസ്, ഇപ്പോൾ ഇവിടെയൊക്കെ തന്നെ പല തവണ ഞങ്ങൾ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ താമസിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ എല്ലാം തന്നെ ഞാൻ അമേരിക്കയെപ്പറ്റി വായിക്കാൻ വളരെയധികം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. മിക്കവാറും ലൈബ്രറിയിൽ നിന്നും എടുക്കുന്നത് അമേരിക്കൻ ഹിസ്റ്ററി ആയിരുന്നു. ചരിത്രത്തിൽ എനിക്ക് പ്രത്യേകമായ താല്പര്യമുണ്ട്. ആ ചരിത്രങ്ങൾ ഉൾക്കൊള്ളാനും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാം. ഞാൻ അമേരിക്കയെപ്പറ്റി നന്നായി തന്നെ എൻ്റെ യങ്ങായിരുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ആ കാലഘട്ടങ്ങളിൽ സ്വാധീനിച്ചതായൊരു പുസ്തകം എന്ന് പറയുന്നത് റൂട്ട്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അത് 1976 കാലഘട്ടങ്ങളിലാണ് അത് കേരളത്തിൽ അവൈലബിൾ ആയത് എന്ന് ഞാൻ ഓർക്കുന്നു.
ആ കാലഘട്ടങ്ങളിൽ അതിന് 500 രൂപയായിരുന്നു വില. 500 രൂപ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മാസത്തെ ശമ്പളത്തെക്കാളും കൂടുതലായിരുന്നു. അമ്മയോട് കടവും കൂടെ വാങ്ങിച്ചാണ് ആ പുസ്തകം വാങ്ങിച്ചത്. ഇന്നും ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. അതായത് അമേരിക്കയിലെ ഇന്നുള്ള ആഫ്രിക്കൻ അമേരിക്കൻസ് എങ്ങനെ വന്നു, അവർ വരാനിടയായ സാഹചര്യങ്ങളിൽ എന്താണ് എന്നൊക്കെ വളരെ വിശദമായി അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണിത്. ആഫ്രിക്കയുടെ പടിഞ്ഞാറേ തീരത്തെ ജഫ്യൂറി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ സഹോദരനെ ഒരു ഡ്രം ഉണ്ടാക്കാൻ വേണ്ടി ഒരു മരം വെട്ടിക്കൊണ്ടിരുന്ന കുൻഡാക്കിൻ്റെ എന്ന് പറയുന്ന ഒരാളിനെ അടിമക്കച്ചവടക്കാർ വേട്ടയാടി പിടിക്കുന്നതും അവരെ ഒരു കപ്പലിലേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെ എത്തുന്നവരെയുള്ള നരകയാതനകളും അതിൽ വളരെ വിശദമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അവിടുന്ന് അടിമക്കച്ചവടക്കാരെ കൊണ്ടുവന്നിട്ട് ചന്തയിൽ വെച്ച് ലേലം ചെയ്തിട്ട് അങ്ങനെ അനന്തര തലമുറകളിലേക്ക് വരുന്നു. അങ്ങനെ വന്ന തലമുറയിലെ ഒരു അംഗമാണ് അലക്സ് ഹെയ്ലി. എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു പുസ്തകമായിരുന്നു അത്. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത്? ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടിമക്കച്ചവടത്തിന് മാർപ്പാപ്പ ഉൾപ്പെടെയുള്ളവരുടെ കൺസെൻറ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്പെയിൻകാരും പോർച്ചുഗലുകാരും മൂറുകളുമായിരുന്നു അടിമക്കച്ചവടത്തിൻ്റെ പുറകിൽ. ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ മനസ്സിലാക്കി നമ്മുടെ കേരളത്തിലും അടിമക്കച്ചവടം നിലനിന്നിരുന്നു. അഞ്ചുതെങ്ങ്, ചങ്ങനാശ്ശേരി, മല്ലപ്പള്ളി എന്നിവയായിരുന്നു കേരളത്തിലെ അടിമക്കച്ചവടത്തിൻ്റെ കേന്ദ്രങ്ങൾ. അതിനെപ്പറ്റി ഒരു പുസ്തകം കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നത് ഞാൻ ഓർക്കുന്നു. ഇരമ്യാവിൻ്റെ സുവിശേഷം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. AV അനിൽകുമാർ EMSൻ്റെ ആത്മകഥ എഴുതിയ ആളാണ്, ജീവചരിത്രം എഴുതിയ ആളാണ് AV അനിൽകുമാർ. ആ ഇരമ്യാവ് അനുഭവിക്കേണ്ടി വന്ന അടിമ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങളും ദുരിതങ്ങളെപ്പറ്റി അതിനകത്ത് പറയുന്നുണ്ട്. 3 കുട്ടികളും ഒരു അപ്പനും അമ്മയും അടങ്ങുന്ന ഒരു ഹരിജന കുടുംബത്തെ കൊണ്ടുവന്ന് ചന്തയിൽ ലേലത്തിന് വെച്ചു. ആ അപ്പൻ അടുത്തെവിടെയോ പോയി യാചിച്ച് 3 ഉരുള ചോറ് വാങ്ങിച്ച് ആ 3 മക്കൾക്കും കൊടുത്തു. അതിനുശേഷം അച്ഛനെ വടക്കോട്ടുള്ള ആരോ ലേലത്തിൽ പിടിച്ചുകൊണ്ടുപോയി. ആ അമ്മയെ തെക്കോട്ടുള്ള ആരോ കൊണ്ടുപോയി. അവസാനം 2 കുട്ടികളെയും കൈക്ക് പിടിച്ചുകൊണ്ട് ആ മൂത്ത ചേച്ചി നടന്നു പോകുന്ന ചിത്രം AV അനിൽകുമാർ തൻ്റെ ഈ പുസ്തകത്തിൽ തരുന്നുണ്ട്. വളരെ ഒരു കണ്ണുനീരോടുകൂടിയല്ലാതെ ആ പുസ്തകം നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അങ്കിൾ ടോംസ് ക്യാബിൻ ഇവിടെ അമേരിക്കയിൽ ലഭ്യമായ പുസ്തകമാണ്. അത് ഞാൻ നേരത്തെ ഞാനൊരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ തന്നെ ഞാൻ വായിച്ച പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അവരുടെ ജീവിതം എന്ത് ദൈന്യത നിറഞ്ഞതായിരുന്നു. സ്ത്രീകളെ എങ്ങനെയാണ് അവർ കണ്ടിരുന്നത്, എങ്ങനെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ മനുഷ്യത്വഹീനമായിട്ട് നടന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ ആരൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട്? അമേരിക്കയുടെ യഥാർത്ഥത്തിൽ ഡ്രൈവ് എൻജിൻസ് എന്ന് പറയുന്നത് ഒരു അമേരിക്കയുടെ വളർച്ചയ്ക്ക് ഊർജം പകർന്ന ഏതാനും കാര്യങ്ങളിൽ ഒന്ന് ഈ സ്ലേവുകളെ കൊണ്ട് കിട്ടിയ അധ്വാനമായിരുന്നു. ഒന്ന് തീർച്ചയായിട്ടും നമുക്ക് ഇവരെ വളരെ ദുരിതമയമായ സാഹചര്യങ്ങളിൽ ജീവിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിച്ചുകൊണ്ട് ആ കിട്ടിയ ഊർജം, അതുപോലെ തന്നെ ആദിവാസികളിൽ നിന്നും കിട്ടിയ ഭൂമി, ഇത് രണ്ടുമാണ് അമേരിക്കയെ ഇന്നത്തെ നിലയിലെത്തുന്നതിന് ഊർജമായി ഭവിച്ച കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ആരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താനോ മാത്രമല്ല, അത് ലോകമാസകലം തന്നെ നിലനിന്ന കാര്യങ്ങളാണ് അടിമത്വം എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമ്മുടെ ഭാവിയിലേക്കുള്ള, നമ്മളത് ചെയ്യാതിരിക്കാനുള്ള നമ്മളെ ഒരു ഡിറ്ററൻറ്റ് ഫോഴ്സായിട്ട്, ശക്തിയായിട്ട് നമ്മൾ കരുതണം. നമ്മളാരെയും അടിമകളാക്കാനല്ല, നമ്മളാരേക്കാളും ഉയർന്നവരല്ല, അവർ നമ്മളെക്കാളും മോശക്കാരുമല്ല. അവരവരായത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, നമ്മളായതും നമ്മുടെ ഗുണം കൊണ്ടുമല്ല. ഈ വസ്തുത മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. അപ്പോൾ ഞാനിവിടെ ഇത്തവണ വന്നപ്പോഴും ഹ്യൂസ്റ്റണിൽ പോയി പല ലൈബ്രറികളിലും പോയി പല പുസ്തകങ്ങളും ഞാൻ വായിച്ചു. ഇപ്പോഴും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ അമേരിക്കൻ സ്ലേവറിയെ പറ്റിയുള്ള പുസ്തകങ്ങളാണ്. അത് ഇനിയും തുടരും. ഞാൻ കേരളത്തിൽ പോയിട്ട് ഈ പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെ പല വേദികളിലും ഇവിടെ നിന്നിരുന്നതും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിലനിന്നിരുന്നതുമായ അടിമവ്യവസ്ഥയെപ്പറ്റി ഞാൻ അവരോട് സംസാരിക്കും. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. നമ്മുടെ ഈ തെക്കേ അമേരിക്കൻ രാജ്യങ്ങൾ, പ്രധാനമായിട്ട് സ്പെയിൻ്റെ
കൈവശമായിരുന്നു. ആ കൈവശം അവരത് ജനങ്ങളെ കൊള്ളയടിക്കുകയും ഊറ്റുകയും ചെയ്തു. പോർച്ചുഗീസുകാരും തഥൈവ അവരും അത് ചെയ്തു. ഇംഗ്ലീഷുകാരെ ഇന്ത്യയിൽ വന്നിട്ട് നമ്മളെ സ്ലേവുകളാക്കി, അടിമകളാക്കി. ജാലിയൻ വാലാബാഗ് എത്ര പേരെ കൊന്നു? 1857 കലാപത്തിൽ എത്ര പേരെ കൊന്നു? നമ്മളെ കൊള്ളയടിച്ചു. ലോകത്തിൻ്റെ മൊത്തം GDPയിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യക്കാരുടെ പങ്ക് 27.5 ബ്രിട്ടീഷുകാർ പോകുമ്പോൾ അത് 3.5 ചുരുങ്ങി. ഇന്ന് ബ്രിട്ടൻ എവിടെ നിൽക്കുന്നു? നമ്മളെ അടിമകളാക്കാൻ ശ്രമിച്ച പോർച്ചുഗീസുകാരെവിടെ നിൽക്കുന്നു? സ്പെയിൻകാരെവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കാലം മാറും, കഥ മാറും. വയലാറിൻ്റെ ഒരു ഗാനശകലമുണ്ട്, അഭയാർത്ഥി വർഗങ്ങൾ മാറി വരും, കാലം മാറി വരും, കാറ്റിൻ ഗതി മാറും, അഭയാർത്ഥി വർഗങ്ങൾ അജയ്യരായി വരും. ലോകം അത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളാരെയും അടിമകളാക്കാനല്ല, നമ്മളെ എല്ലാവരെയും സമന്മാരായി കാണാൻ, തുല്യരായി കാണാൻ നമുക്ക് കഴിയണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഞാനിപ്പോൾ 74 വയസ്സ് പൂർത്തിയായ ഒരാളാണ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടി മാത്രമാകുകയും ചെയ്യരുത്. നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി കൂടെ ജീവിക്കണം. നമ്മളെ ആർഭാടങ്ങളിലും അഭിരമിക്കാതെ സാധാരണക്കാർക്ക് വേണ്ടി കൂടെ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എങ്ങനെ അവരെ സഹായിക്കണം എന്ന് കരുതി ജീവിച്ചാൽ ജീവിതം സ്വാർത്ഥകമാകും. ഇല്ലെങ്കിലോ ഈ ജീവിതത്തിന് യാതൊരു അർത്ഥമില്ലാതെ വരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ 44 വയസ്സ് മുതൽ ഹൃദ്രോഗിയാണ്. ഏത് സമയം എനിക്കിവിടെ പറയാം. പക്ഷേ എനിക്കൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. എൻ്റെ സഹജീവികളോട് പറയാനുള്ള ഒരു കാര്യം, പല രംഗങ്ങളും വെച്ച് നോക്കുമ്പോൾ ചില രംഗത്തൊക്കെ ഞാൻ പരാജയമാണ്, എനിക്കറിയാം. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിൽ, അവരുടെ കോസിന് വേണ്ടി പടവെട്ടുന്നതിൽ, അങ്ങനെ നോക്കുമ്പോൾ സഫലം ഈ യാത്ര എന്ന ആരോടും യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ എനിക്ക് പറയാൻ പറ്റും, എൻ്റെ യാത്ര സഫലം തന്നെയാണ്. ഞാൻ കരുനാഗപ്പള്ളിക്ക് സമീപം ഉള്ള കൊല്ലക എന്ന പ്രദേശത്തിലാണ് ഞാൻ ജനിച്ചത്. അത് 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. പള്ളിക്കലാർ എന്നറിയപ്പെടുന്ന ഒരു നദിയുടെ തീരത്താണ് ഞാൻ ജനിച്ചത്. ഞങ്ങളുടെ വീടിൻ്റെ കടവുണ്ട്. അത്രയ്ക്ക് വെള്ളവുമായിട്ട് അടുത്തടുത്തുള്ള ബന്ധമുണ്ട്. എനിക്ക് അറിവുള്ളിടത്തോളം എൻ്റെ പെറ്റേണൽ സൈഡിലെ, പിതാവിൻ്റെ സൈഡിലെ എനിക്കറിയാവുന്നത് 1850കളിൽ ജീവിച്ചിരുന്ന ഒരു ചാണ്ടി എന്ന് പറയുന്ന ഒരാളാണ്. ചാണ്ടിയുടെ മകൻ വർഗീസിൻ്റെ മകൻ മാത്തൻ്റെ മകൻ എമ്മത്തായി എന്ന എൻ്റെ പിതാവ്. ഇവരാണ് എൻ്റെ പൂർവ്വപിതാക്കൾ. ഇതിനു മുമ്പുള്ള ചരിത്രം എനിക്കറിയത്തില്ല. ഇത്രയും പോലും എൻ്റെ തലമുറയിൽപ്പെട്ടവർക്ക് അറിയത്തില്ല എന്നുള്ളത് വേറൊരു വസ്തുതയാണ്. ഇനിയും മെറ്റേണൽ സൈഡിലെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, എൻ്റെ അമ്മ സാറാമ്മ ഡേവിഡ്. അമ്മയ്ക്ക് 3 സഹോദരന്മാരായിരുന്നു. ഒരാൾ തോമസ് ഡേവിഡ്, ഹി വാസ് ആൻ IRS ഓഫീസർ. അമ്മ റിട്ടയർ ചെയ്യുമ്പോൾ ഒരു സീനിയർ തഹസിൽദാരാണ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ. അമ്മയുടെ ഇളയ സഹോദരൻ BSc ഓണേഴ്സ് ഡൽഹി പൂസ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പാസ്സായ ശേഷം കേരളത്തിലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവേശിക്കുകയും ജോയിൻറ്റ് ഡയറക്ടറാണോ അഡീഷണൽ ഡയറക്ടറാണോ എന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഒരു നല്ല നിലയിൽ അങ്കിളും റിട്ടയർ ചെയ്തു. പിന്നെ ഏറ്റവും ഇളയ ബ്രദർ ഒരു നല്ല എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായിരുന്നു. അതാണ് എൻ്റെ കുടുംബപരമായ ആ ഒരു സാഹചര്യം. അപ്പോൾ അമ്മാച്ചന്മാർ ഞങ്ങളെല്ലാം കൂടെ കൂടുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു കുടുംബ സദസ്സായിട്ട് അങ്ങ് മാറും. അവിടെ രാഷ്ട്രീയം, സാഹിത്യം, കല എന്ന് തുടങ്ങി സകല കാര്യങ്ങളും അവിടെ ഫ്രീ ആയിട്ട് പറയാൻ ഞാനും അതിലെ ഒരു അംഗമായിട്ട് മാറും. അത് എൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് വളരെയധികം സഹായിച്ച പുസ്തകങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ, അവർ വായിച്ച പുസ്തകങ്ങൾ, ഞാൻ വായിച്ച പുസ്തകങ്ങൾ, ഇതെല്ലാം കേട്ടുകൊണ്ട് വല്യപ്പച്ചനും ഇരിക്കും. വല്യപ്പച്ചനും ചിലപ്പോൾ ഒക്കെ ഇടപെടും എന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊക്കെ ഇച്ചിരി എക്സ്ട്രീമായിട്ട് ചിന്തിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വല്യപ്പച്ചൻ ഇടപെടാറുണ്ട്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെയൊക്കെ ബാല്യം കടന്നുപോയത്. കോളേജിലേക്ക് കോളേജിൽ ശാസ്താംകോട്ട കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുക്കൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അകലെ, 10-12 കിലോമീറ്റർ ഉണ്ടാകും.
അവിടെയാണ് ആ കോളേജ്. 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടത് തന്നെയാണ് ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിൻ്റെ അരികിലാണ് ശാസ്താംകോട്ട കോളേജ്. ശാസ്താംകോട്ടയിലെ തന്നെ പ്രശസ്തമായ ഒരു സ്ഥലം എന്ന് പറയുന്നത് അവിടുത്തെ ശാസ്താ ക്ഷേത്രമാണ്. അതിൻ്റെ കടവുകളിലെ ഏട്ട ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി നിന്ന് ഏട്ടയൊക്കെ കാണും, അതിനെ തൊടും, വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന അരിയൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെ അവിടെ വന്നു. പക്ഷേ ആ കോളേജ് അന്ന് ഇൻഫൻസിയിലാണ്. അന്ന് ലൈബ്രറി ഒന്നും പ്രായോഗികമായിട്ടില്ല. ഞാൻ പഠിച്ചപ്പോഴേ എനിക്ക് എൻ്റെ ചേച്ചി, എൻ്റെ മൂത്ത സഹോദരി കൊല്ലം ഫാത്തിമ എന്നുള്ള പുസ്തകങ്ങളാണ് എനിക്ക് കൊണ്ടുവന്ന് തരികയും ഞാൻ നോട്ട്സൊക്കെ തയ്യാറാക്കുകയും ചെയ്തിരുന്നതെന്ന് ഞാൻ ഓർക്കുന്നു. ശാസ്താംകോട്ട കോളേജിലെ ഏറ്റവും പ്രസിദ്ധനായ അധ്യാപകൻ ജി ശങ്കരപ്പിള്ള എന്ന മലയാളം അധ്യാപകനായിരുന്നു. നാടകാചാര്യനായിരുന്നു അദ്ദേഹം. ഞങ്ങളെ ഹിന്ദി ക്ലാസ്സുകൾ കട്ട് ചെയ്തിട്ട് സെക്കൻഡ് ലാംഗ്വേജിലെ സാറിൻ്റെ ക്ലാസ്സിൽ പോയിരുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു. സാറ് ശാസിക്കും, ഇരിക്കുന്നതൊക്കെ അടങ്ങിയിരുന്നോണം എന്ന് പറഞ്ഞ് ഞങ്ങളെ ശാസിക്കുന്നൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ആ ശാസ്താംകോട്ട കോളേജിലെ MRT നായർ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ ഉണ്ടായിരുന്നു. ഇത്രയും നല്ലൊരു അധ്യാപകനെ കണ്ടുകിട്ടാൻ പ്രയാസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഇരിക്കാൻ സാധിച്ചത് ഞാനൊരു മഹാഭാഗ്യമായിട്ട് കാണും. ആ ശാസ്താംകോട്ട കോളേജിലെ ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവരുമൊക്കെ ഓരോരോ നിലകളിൽ എത്തി. മത്തായി വൈദ്യൻ എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാരെ കണ്ണുവൈദ്യൻ സ്ഥാനത്തിന് കൊടുത്തതാണ് മത്തായി വൈദ്യൻ സ്ഥാനം അവർക്ക് പരമ്പരാഗതമായിട്ട് തിരുവിതാംകൂർ രാജാവ് കൊടുത്തതാണ്. ഞങ്ങൾ അവനെ ഡോക്ടർ മത്തായി എന്ന് വിളിച്ചിരുന്നത് ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് യഥാർത്ഥത്തിൽ ബിഷമൂറിൽ ചെന്നപ്പോഴാണ് ഒരു നല്ല കോളേജ് എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്നെനിക്ക് മനസ്സിലായത്. അവിടെ നല്ല അധ്യാപകരുടെ ഒരു നല്ല നിര തന്നെ ഉണ്ടായിരുന്നു. ഇന്നും ജീവിച്ചിരിപ്പുള്ള D. തങ്കപ്പൻ നായർ എന്ന ഹിന്ദി അധ്യാപകൻ, വിഘ്നേശ്വരൻ ഹിന്ദി അധ്യാപകൻ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസർ നൈനാങ്കോശി, അന്ന വർഗീസ്, നൈനാങ്കോശി, ഇങ്ങനെ അതിപ്രഗത്ഭരായ അധ്യാപകരുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ കൃഷ്ണയ്യർ, ജോർജ് M. ചെറിയാൻ, PJ ഉമ്മൻ, ഇങ്ങനെ ഒരു നല്ല അധ്യാപകരുടെ നിര തന്നെ അവിടെയും ഉണ്ടായിരുന്നു. മലയാളത്തിലാണെങ്കിൽ ഇന്നും പ്രസിദ്ധനായ വട്ടപ്പറമ്പിൽ ഗോപിനാഥപിള്ള സാറ്, അദ്ദേഹം ഇന്നും ട്രിവാൻഡ്രത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങളുടെ ഇടയ്ക്ക് പോയി കാണും സാറിനെ. ആ സാറും ഞങ്ങളെ വളരെയധികം സഹായിച്ചിരുന്നു. ഞാൻ ഹിന്ദി സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോവുകയും അദ്ദേഹത്തോടൊക്കെ സംസാരിക്കുകയും കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. ചില ചർച്ചകൾ, മലയാളത്തിലെ ആ ഇടയ്ക്കിറങ്ങിയ നോവലുകളെ പറ്റിയുള്ള ചർച്ചകൾ, പുസ്തക ചർച്ചകൾ ഒക്കെ ഞാനും പങ്കെടുക്കും. കാരണം ഞാനിത് വായിക്കുമായിരുന്നു. ആ കോളേജിലെ അന്ന് ഉണ്ടായിരുന്ന ഏറ്റവും പ്രഗത്ഭനായ ഒരാളാണ് വത്സൻ തമ്പു. പിന്നീട് ഡൽഹിയിലെ സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് ഉയർന്നു. അദ്ദേഹം ഒരു വൈദികനായി. അതിനുശേഷം ട്രിവാൻഡ്രത്ത് ഇപ്പോഴുണ്ട്. പലപ്പോഴും ആനുകാലിക പ്രശ്നങ്ങളിലെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ അദ്ദേഹം രേഖപ്പെടുത്തുകയും പലപ്പോഴും പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും വായിക്കാറുണ്ട്. അദ്ദേഹം ഒരു തികഞ്ഞ ബുദ്ധിജീവിയാണ്. പക്ഷേ ഞാൻ വത്സൻ തമ്പുവിനോട് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. വത്സൻ തമ്പുവിൻ്റെ കഴിവുകൾ അനന്തമായ കഴിവുകൾ, ഇത്രയും കഴിവുള്ള ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ കഴിവുകൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലോകത്തിന് കൊടുക്കാമായിരുന്ന സംഭാവനകൾ കൊടുക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഇല്ല എന്നുള്ള മറുപടി തന്നെയാണ്. പിന്നെ അന്നത്തെ ഞങ്ങളുടെ ഒരു സഹപാഠിയായിരുന്നു മാവേലിക്കര MLA ആയി തീർന്ന എം മുരളി ഞാനുമൊക്കെ രാഷ്ട്രീയമായിട്ട് 2 ചേരികളിൽ നിന്ന് പോരടിച്ചിട്ടുള്ളവരാണ്. പക്ഷേ മുരളി അന്നും ഇന്നും എൻ്റെ ഒരു ഉത്തമ സുഹൃത്താണ്. വളരെ നല്ലവനായ ഒരു അങ്ങേയറ്റം ആത്മാർത്ഥതയോട് പോകുന്ന ഒരു സുഹൃത്താണ് മുരളി. മാവേലിക്കരയിലെ ദിവസങ്ങൾ വളരെ സന്തോഷകരമായിരുന്നു എന്ന് പറയാതെ വയ്യ. KC മാത്യു അച്ഛൻ പ്രിൻസിപ്പലായിരുന്ന KC മാത്യു അച്ഛനെ ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഓരോരുത്തരെയും യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിലെ ഒരു സണ്ണി ഡേയ്സ് എന്ന് പറയാവുന്ന കാലഘട്ടം ബിഷമൂറിലേതാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഒട്ടും പ്രയാസമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ 2 സർക്കാർ ജീവനക്കാരുടെ മകനായിട്ടാണ് ജനിച്ചത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഞാനൊരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. ഞങ്ങൾക്ക് കൃഷിഭൂമികളും നിലവും പുരയിടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ കൃഷികളിൽ നമ്മുടെ ജോലിക്കാർ വന്ന് ജോലി ചെയ്യുമ്പോൾ അവരുടെ കൂട്ടത്തിൽ പോകണം. അവരുടെ കൂട്ടത്തിൽ പോയാൽ മാത്രം പോരാ,
അപ്പച്ചനെ ജോലി സ്ഥലത്തു നിന്ന് വന്ന് ഇവിടെ ഉണ്ടെങ്കിൽ അവരോടൊപ്പം തന്നെ അവരുടെ ജോലി തീരുന്നവരെ ഞാനും ഉണ്ടായിരിക്കണം. ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, അവരിൽ ഒരാളായിട്ട് നിന്ന് കിളയ്ക്കുകയും കൊത്തുകയും ഒക്കെ വേണം. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ യുവത്വമെല്ലാം പോയിക്കൊണ്ടിരുന്നത്. അന്ന് എല്ലാ വീടുകളിലും അങ്ങനെ തന്നെ ആയിരുന്നു. ഈ കുറച്ച് ഒരു 4 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലത്തു നിന്ന് ഈ നെല്ലുമൊക്കെ കൊണ്ടുവരുമ്പോൾ ആ വള്ളം ഊന്നിക്കൊണ്ട് വരണം. ഊന്നിയാലേ പറ്റൂ. കാറ്റൊക്കെ ഉള്ളപ്പം ആ വള്ളം വേറൊരാളിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ അപ്പച്ചൻ സമ്മതിക്കത്തില്ല. നമ്മൾ തന്നെ ഊന്നണം. ആ 4 കിലോമീറ്റർ ഊന്നിക്കൊണ്ട് വരണം. കൊണ്ടുവന്നിട്ട് അടുത്ത് വീണ്ടും ഇത് ഇറക്കി കഴിയുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ അടുത്ത വള്ളം എടുത്ത് പോകണം. പല വള്ളങ്ങളുണ്ട്. ആ വള്ളങ്ങൾ ഈ കൃഷി ആവശ്യമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് കൂലിക്ക് പോകും. ആലപ്പുഴ, എറണാകുളം ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന വള്ളം. അങ്ങനെ വള്ളങ്ങളുമായിട്ട് നല്ല ഒരു ബന്ധം ഉണ്ടായി തീർന്നു. വള്ളമെന്ന് പറഞ്ഞാൽ അതൊരു പാഷനായി തീർന്ന കാലങ്ങളാണ്. ഒരു വികാരം തന്നെ അന്നും ഇന്നും. ഇന്ന് ഞാനിത് പറയുന്ന ദിവസം ഈ 2024 വള്ളംകളി സീസൺ അവസാനിക്കുകയാണ്. കൊല്ലം പ്രസിഡൻസ് ട്രോഫിയോടുകൂടി തീരുകയാണ്. ഇന്ന് ഞാൻ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റിരുന്നത് ഇന്ന് അവസാനത്തെ കളിയും ഞാൻ കണ്ടു. അത്ര ആവേശത്തോടുകൂടി ഞാൻ വള്ളം തുഴയാൻ പോകുമായിരുന്നു. ഞങ്ങളുടെ ക്ലബിന് വേണ്ടി തുഴയുമായിരുന്നു. എല്ലാ വള്ളംകളികളിലും തുഴയാനുള്ള അവസരം കിട്ടിയിരുന്നു. അന്ന് എനിക്ക് അതിനൊക്കെതായ ആരോഗ്യവും ഉണ്ടായിരുന്നു. പിന്നെ അതിനെപ്പറ്റി പറയുമ്പോൾ പറയാനുള്ളത്, ഓണമാകുമ്പോൾ വള്ളക്കാർ നമ്മുടെ വീട്ടിലേക്ക് ചില കാഴ്ചകളുമൊക്കെ ആയിട്ടെത്തും. അതായത് അതിലെല്ലാം കാണും. അരി, ഉള്ളി, ഇവർ ഈ വള്ളത്തിൽ എന്തെല്ലാം കൊണ്ടുപോകുമോ ആ സാധനങ്ങളെല്ലാം തന്നെ ഇവർ സംഘടിപ്പിച്ച് നമുക്ക് കൊണ്ടുവന്ന് തരും. അരി, മണ്ണെണ്ണ, അന്ന് കറണ്ടില്ലല്ലോ. അരി, മണ്ണെണ്ണ ഇതെല്ലാം നമുക്ക് കൊണ്ടുവന്ന് തരും. വളവരെയൊക്കെ ഇട്ട് പോകുന്ന വള്ളങ്ങൾ. ആ കാലഘട്ടങ്ങളും ഇന്നും അതിൻ്റെ ഒരു ബാക്കി പത്രം തന്നെയാണ്. ഞാൻ കൃഷി ചെയ്യുന്നിടത്ത് ഈ കിളയ്ക്കാനും ഒക്കെ പോയി നിന്നതും കിളച്ചതും പിന്നെ മീൻ പിടിക്കാൻ പോകുന്നതും കായലിലെ സുഹൃത്തുക്കളൊത്ത് മീൻ പിടിക്കാൻ പോകുന്നതും ഒക്കെ ആയ കാലഘട്ടങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ പള്ളിക്കലാറിൻ്റെ അക്കരെ ഇക്കരെ നീന്തുക, ഉല്ലസിച്ച് നടക്കുക, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ തമാശകളും രസങ്ങളും ഒക്കെ. താങ്ക് യു. എനിക്ക് 5 സഹോദരങ്ങളുണ്ട്. ഞങ്ങൾ 6 പേര്. അതിൽ മൂത്തത് ചേച്ചിയാണ്. ചേച്ചി KSEBയിലെ ഒരു ഓഫീസറായിരുന്നു. ചെങ്ങന്നൂരിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ചെങ്ങന്നൂരിലാണ് താമസം. ചേച്ചിയുടെ മൂത്ത മകനെ IIM അഹമ്മദാബാദിൽ നിന്നും MBA പാസ്സായ ശേഷം ഏത് കമ്പനിയിൽ ആണെന്ന് എനിക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല. വളരെ സീനിയറായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ലെവലിൽ അദ്ദേഹം ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ ഒരു CSI, കോട്ടയം ആസ്ഥാനമായിട്ടുള്ള CSIയുടെ ഒരു വൈദികനാണ്. എൻ്റെ 2 മക്കൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മൂത്തയാളെ ഹ്യൂസ്റ്റണിലെ തന്നെ ഒരു IT പ്രൊഫഷണലാണ്, BTech കഴിഞ്ഞിട്ട്. ഇളയ മകൻ അദ്ദേഹം ഇംഗ്ലണ്ടിലെ നമ്മുടെ നാട്ടിലെ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് UK BSc നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. മൂത്ത മകൻ്റെ 2 പേരും വിവാഹിതരാണ്. മൂത്ത മകന് ഒരു കുട്ടി, ഭാര്യ ഹൗസ് വൈഫാണ്. ഇളയ മകൻ്റെ വൈഫ് എറണാകുളത്താണ്. എറണാകുളത്ത് SBIയിലെ ഒരു ഡെപ്യൂട്ടി മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. അവർക്ക് 2 കുട്ടികൾ. ഇതാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. എൻ്റെ ഒരു ഇളയ പെങ്ങൾ ഹൈസ്കൂൾ അധ്യാപികയായിരുന്നു. ഒരു മകന് അദ്ദേഹം ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അനുജന് 3 മക്കൾ. അവരും ഓരോരോ ജോലികളിൽ ഏർപ്പെട്ട് കഴിയുന്നു. വേറെ ഒരു പെങ്ങൾ ഈ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഡെപ്യൂട്ടി കൺട്രോളർ ഓഫ് റേഷനിങ് എന്ന തസ്തികയിൽ നിന്നും അവളും വിരമിച്ചു. അടുത്ത ഒരാൾ ഒരു +2 സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തിട്ട് വീട്ടിൽ കഴിയുന്നു. ഇങ്ങനെ എല്ലാവരും സാമാന്യമായിട്ട് ജീവിക്കത്തക്ക നിലകളിൽ, വലിയ നിലകളിലൊന്നും അല്ലെങ്കിലും സാമാന്യമായിട്ട് ജീവിക്കത്തക്ക നിലകളിൽ ഞങ്ങളെത്തി. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ 6 പേരും ഒരുമാതിരി ഈ നിലകളിലെത്തിയത് ഞങ്ങളുടെ പേരൻസ് കൈക്കൂലിക്കും അഴിമതിക്കും അതീതമായിട്ട് നിന്നുകൊണ്ട് ജോലി ചെയ്തു എന്നുള്ളത് കൊണ്ടാണെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ജീവിതത്തിലുടനീളം ആ രീതിയിൽ തന്നെ പോകുവാൻ ഞങ്ങൾക്ക് സാധിച്ചതും ആ പ്രേരണ കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മറ്റൊരു തോമസ് മാത്യുവിനെ പറ്റി പറഞ്ഞിരുന്നു.
മൽപ്രിയനെ എന്ന് പറയുന്ന സുപ്രസിദ്ധവും ജനപ്രിയവുമായ ഗാനം എഴുതിയ തോമസ് മാത്യു. അദ്ദേഹം എൻ്റെ ഒരു റിലേറ്റീവും എൻ്റെ നാട്ടുകാരനും വളരെ അടുത്ത വീട് താമസിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേരൻസിനെയും സഹോദരങ്ങളെയും എല്ലാം എനിക്കറിയാം. അദ്ദേഹം ജോലി ചെയ്തിരുന്നത് കാനറ ബാങ്കിലാണ്. അദ്ദേഹം പഠിച്ചിരുന്നത്, ഞങ്ങളെല്ലാം ഒരേ സ്കൂളിൽ പഠിച്ചാണ്, എൻ്റെ കുറച്ച് സീനിയറാണ്. അദ്ദേഹം പഠിച്ചിരുന്നത് കൊല്ലം ഫാത്തിമ മെമ്മോറിയൽ നാഷണൽ കോളേജിലാണ്. അവിടുന്ന് തന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം അദ്ദേഹത്തിനെ കാനറ ബാങ്കിൽ ജോലി ചെയ്യുകയും അവിടെ തന്നെ തുടരുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ ജോലി ചെയ്യുമ്പോഴാണ് അദ്ദേഹം വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്തത് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം അതിനുശേഷം പൂർണ്ണമായിട്ടുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഗാനങ്ങളുണ്ട്. അവ ഭൂരിഭാഗവും വളരെ ജനപ്രിയവുമാണ്. അതുപോലെ തന്നെ അത് പാടാനും നമുക്ക് ചില ഗാനങ്ങളൊക്കെ ഉണ്ട്, വളരെ പണ്ഡിതോചിതമായിരിക്കും, പക്ഷേ ആലപിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ തോമസ് മാത്യുവിൻ്റെ ഗാനങ്ങൾ എല്ലാം ആലപിക്കാൻ തക്കതാണ് എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, മൽപ്രിയനെ എന്ന് തുടങ്ങുന്ന പാട്ടൊക്കെ പലപ്പോഴും പലതവണ കേൾക്കാറുള്ളതാണ്. ഞാൻ സ്വയമായിട്ട് വെച്ച് കേൾക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും ഞാൻ ഓർക്കുന്നു. വളരെ അടുത്ത ബന്ധം. പാപ്പിയച്ചായൻ എന്നാണ് ഞങ്ങൾ ഈ തോമസ് മാത്യുവിൻ്റെ അപ്പനെ വിളിക്കുന്നത്. പാപ്പിയച്ചായനെയും അമ്മയെയും എല്ലാം ഞാൻ കാണുന്നു, സഹോദരങ്ങളെയും ഞാൻ കണ്ടിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നേരത്തെ എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ VT ഡേവിഡ് എന്ന് പറയുന്ന മഹാനായ മനുഷ്യനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം മാവേലിക്കര BH ഹൈസ്കൂൾ, കരുനാഗപ്പള്ളി ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ മലയാളം അധ്യാപകനായിരുന്നു. ഒന്നാന്തരം സംസ്കൃത പണ്ഡിതനുമായിരുന്നു. പക്ഷേ എനിക്ക് ആ സംസ്കൃത അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ വല്യപ്പച്ചൻ പലപ്പോഴും പറയുമായിരുന്നെങ്കിലും ഞാൻ അത് ശ്രദ്ധിക്കാതെ കളിച്ച് നടക്കുമായിരുന്നു. അതിന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ലോസായിട്ട് ഒരു വലിയ നഷ്ടമായിട്ട് ഞാൻ കരുതുകയാണ്. അദ്ദേഹം പ്രധാനമായിട്ടും എഴുതിയിട്ടുള്ള പുസ്തകം ആംഗ്ലേയ സഭാചരിത്രം എന്നുള്ള ഒരു പുസ്തകമാണ്. ഈ കോട്ടയം ആസ്ഥാനമായിട്ടുള്ള CMS സഭയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി, ബിഷപ്പുമാരെ പറ്റി, അവരുടെ എല്ലാ കാര്യങ്ങളെയും പറ്റി ഒരു പരിപൂർണമായിട്ടുള്ള ഒരു പുസ്തകമാണത്. ഈ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന കാര്യങ്ങളെപ്പറ്റി, അവ ഇല്ലാതാക്കുന്നതിന്, പട്ടിണി, അതുപോലെ തന്നെ ഈ രോഗങ്ങൾ ഒക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മഹായിടവക നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി വല്യപ്പച്ചൻ എൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. മഹായിടവക ഒരു ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറി നടത്തിയിരുന്നു. ആ വള്ളങ്ങൾ പോകുന്ന പടങ്ങൾ എല്ലാം വല്യപ്പച്ചൻ്റെ പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ കോട്ടയം CMS കോളേജിനെ പറ്റിയുള്ള കാര്യങ്ങൾ, കോട്ടയം CMS കോളേജിനെ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം 1892 കാലഘട്ടത്തോടുകൂടി കിട്ടുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഒക്കെ പറയുന്നു. അതുപോലെ തന്നെ വല്യപ്പച്ചനെ ശരിക്ക് പരാമർശിക്കപ്പെടാതെ പോയ ഒരു കാര്യം കൂടെ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരിക്കൽ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അതൊരു തെറ്റായിപ്പോയി മോനെ എന്ന് പറഞ്ഞു. അത് നിങ്ങളിൽ പലരും കേട്ടിരിക്കാവുന്ന ഒരു ഗാനമുണ്ട്, സ്തുതിപ്പിൻ യേശുദേവനെ എന്നുള്ള പ്രസിദ്ധമായ ഗാനമാണ്. ഈ ഗാനം എഴുതിയത് യുസ്തീസ് യൗസേഫ് അല്ലെങ്കിൽ വിദ്വാൻ കുട്ടി എന്നൊരാളാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ ഒരാൾ തിരുനെൽവേലിയിൽ നിന്നും വേറൊരാൾ പാലക്കാട്ട് നിന്നും ഉള്ളവരായിരുന്നു. 1800കളിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത്. ഇദ്ദേഹത്തെ പഠിക്കുന്ന കാലത്ത് തന്നെ ഇദ്ദേഹം പഠിത്തത്തിൽ കാണിച്ചിരുന്ന പ്രത്യേകമായ സാമർഥ്യം കൊണ്ട് സഹപാഠികൾ വിളിച്ചിരുന്നതാണ് വിദ്വാൻ കുട്ടി എന്ന് പറയുന്നത്. അവസാനം ആൾക്കാർ മറ്റ് പേരുകൾ മറന്നുപോവുകയും ഈ പേര് വിദ്വാൻകുട്ടി എന്ന നിലയിൽ അറിയപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. ഈ വിദ്വാൻകുട്ടിയുടെയും കുടുംബത്തിൻ്റെയും സംഗീത പാരമ്പര്യവും സാഹിത്യ കുശലതയും കണ്ട് മനസ്സിലാക്കിയ ജോസഫ് പീറ്റ് എന്ന ഒരു സാഹിബുണ്ടായിരുന്നു. മാവേലിക്കര ആസ്ഥാനമായിട്ടാണ് ജോസഫ് പീറ്റ് പ്രവർത്തിച്ചത്. ജോസഫ് പീറ്റ് ഇവരെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം ഈ വിദ്വാൻകുട്ടി എന്ന് പറയുന്ന ആളിനെ സെമിനാരിയിൽ അയച്ച് പഠിപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിൽ തന്നെ അദ്ദേഹം അനേകം മനോഹര ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏതാണ്ട്
300-ൽ പരം ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. പക്ഷേ പലതും നമ്മുടെ ഈ കർണാറ്റിക് മ്യൂസിക് കൊണ്ട് മാത്രമേ പാടാൻ പറ്റൂ എന്നൊരു പ്രശ്നം ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ സെമിനാരിയിൽ ചേർത്ത് പഠിപ്പിച്ചതിന് ശേഷം നമ്മുടെ കോട്ടയം ആസ്ഥാനമായിട്ടുള്ള CMSFയുടെ തെക്കൻ ഭാഗങ്ങളിലെ, അതായത് ഭരണിക്കാവ്, കന്നേറ്റി, മങ്കുഴി, കൃഷ്ണപുരം, കാപ്പില്, ഞെക്കനാല്, കന്നേറ്റി എന്നീ ഇടവകളിൽ ഇദ്ദേഹത്തെ വൈദികനായിട്ട് നിയമിക്കുകയും അവിടെ എല്ലാം തന്നെ സുവിശേഷ പ്രഘോഷണങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ 1875 ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കൂടാരത്തിൽ തൊമ്മൻ, വേറെ ലൂക്കോസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരുണ്ടായിരുന്നു. ഇവരെ വിദ്വാൻകുട്ടിയച്ചനെ പറഞ്ഞു പഠിപ്പിച്ചു. ദൈവം അവർക്ക് പ്രത്യക്ഷപ്പെട്ടു, യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ലോകാവസാനമായി യേശു ഇങ്ങനെ മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടും എന്ന് പറയുകയും അതിനായിട്ട് അനുദപിച്ച് പ്രാർത്ഥിക്കണം എന്ന് ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് ഒരു നിഷ്കളങ്കനായ വിദ്വാൻകുട്ടിയച്ചൻ ഇത് ഏറ്റുപിടിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാവരും അനുദപിക്കണം. എല്ലാവരും അനുദപിക്കാൻ വേണ്ടി ഈ ഞങ്ങളുടെ പ്രദേശത്തുള്ള ഒരു പുരയിടത്തിലെ എല്ലാവരും ഒത്തുകൂടി ചെങ്ങന്നൂർ, തിരുവല്ല ഭാഗങ്ങളിൽ നിന്നും കായംകുളം ആ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ആൾക്കാർ, ആബാലവൃദ്ധം ജനങ്ങൾ എത്തി. എന്നോട് വല്യപ്പച്ചൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എത്തി. അവർ കൃത്യമായ ദിവസം 1875 ഓഗസ്റ്റിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അത് കാത്തിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അതോടുകൂടി വിദ്വാൻകുട്ടിയച്ചൻ്റെ സർവ്വ പ്രതാപങ്ങളും അവസാനിച്ചു. ആൾക്കാരെല്ലാം തിരിച്ചുപോയി കഴിഞ്ഞിട്ട് സഭയിൽ നിന്നും വിദ്വാൻകുട്ടിയച്ചനെ പുറത്താക്കിയ ശേഷം എൻ്റെ ജന്മനാട്ടിൽ തന്നെ അദ്ദേഹം ഉള്ളുരുപ്പിൽ എന്ന് പറയുന്ന വീട്ടിൽ ജീവിച്ചിരുന്നു. 1904 അദ്ദേഹം മരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ മൽപ്രിയനെ എന്ന ഗാനം എഴുതിയ തോമസ് മാത്യുവിൻ്റെ വീട്ടിൻ്റെ അടുത്ത പുരയിടത്തിലാണ്, അവരുടെ തന്നെ ആണോ എനിക്ക് സംശയമുണ്ട്, ആ പുരയിടത്തിൽ ആണ് ഈ വിദ്വാൻകുട്ടിയച്ചനെ അടക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഇന്നൊരു ആരും അറിയപ്പെടാത്ത ഒരു കാര്യമായിട്ട്, ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമായിട്ടും അവശേഷിക്കുന്നുണ്ട്. ഇതിലേറ്റവും ദുഃഖകരമായൊരു കാര്യം, ഈ ബാബുപോൾ സാറിൻ്റെ വേദശബ്ദ രത്നാകരം എന്ന പുസ്തകത്തിലെ പല ക്രൈസ്തവ ഗാനരചയിതാക്കളെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ കുമ്പനാട്ടെ അന്നമ്മ മാമൻ, അതായത് ആ പാട്ട് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, ആ പാട്ട് വളരെ ജനപ്രിയമായൊരു പാട്ടാണ്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി എന്ന പാട്ടെഴുതിയാണ് അന്നമ്മ മാമൻ. ആ അന്നമ്മ മാമൻ്റെ പാട്ടുകളെ പറ്റിയും മറ്റുമൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബാബുപോൾ സാറ് സമയമാവൻ രഥത്തിൽ നാഗൽ എന്ന് പറയുന്ന ഒരു ജർമ്മൻ സാഹിബ് എഴുതിയതാണ് ഈ സമയമാവൻ രഥത്തിൽ എന്നുള്ള ഗാനം. ആ ഗാനത്തെപ്പറ്റി എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ബാബുപോൾ സാറ് നമ്മുടെ ഈ ക്രൈസ്തവ ലോകത്തെ ആർക്കും തോൽപ്പിക്കാൻ വയ്യാത്ത ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു ഗാനമാണ് സ്തുതിപ്പിൻ യേശുദേവനെ. അത് ആ പാട്ട് എഴുതുന്നതിന് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അത് പാട്ടെഴുതാനും പാടാനും കഴിയും, അതുപോലെ തന്നെ സാഹിത്യ രചനയ്ക്കുള്ള കഴിവും ഉള്ളവർക്ക് മാത്രം രചിക്കാൻ കഴിയുന്ന ഒരു പാട്ടാണ് സ്തുതിപ്പിൻ യേശുദേവനെ എന്നുള്ളത്. ആ പാട്ടിനെ പറ്റി ബാബുപോൾ സാറും പോയത് ചിലപ്പോൾ അറിവില്ലാത്തതുകൊണ്ടാകാം. എന്തായാലും ശരി, ഞാൻ ബാബുപോൾ സാറിനെയും അദ്ദേഹത്തിൻ്റെ വേദശബ്ദ രത്നാകരം എന്ന ബൈബിൾ ഡിക്ഷണറിയെ ഞാൻ താഴ്ത്തിക്കെട്ടുകയല്ല. മലയാളവും മലയാളിയും ക്രൈസ്തവ സഭയും കേരളത്തിലുണ്ടായിരിക്കുന്ന കാലത്തോളം അറിയപ്പെടുന്ന ഒരു പുസ്തകം തന്നെയാണ് വേദശബ്ദ രത്നാകരം എന്നുള്ളത് എന്നുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ആ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ KSRTCയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് KSRTC ലാഭത്തിലാകാത്തത് എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. എനിക്ക് 21 വയസ്സിലാണ്. 21 വയസ്സും കൃത്യമായിട്ട് പറഞ്ഞാൽ 3 മാസവും പ്രായമുള്ളപ്പോഴാണ് ആ സ്ഥാപനത്തിലേക്ക് ഞാൻ ജോലി കിട്ടി ചെല്ലുന്നത്. അപ്പോൾ മുതൽ ആ സ്ഥാപനത്തെപ്പറ്റി പഠിക്കാനും എന്നെ ഏൽപ്പിക്കുന്ന ജോലികൾ വളരെ കൃത്യമായിട്ട് ജോലി ചെയ്യാനും ഞാൻ ശ്രമിച്ചിരുന്നു. എനിക്ക് 28 വയസ്സുള്ളപ്പോൾ ആണ് എന്നെ ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവിടുത്തെ ബജറ്റ് സെക്ഷൻ എന്ന് പറയും, അത് യഥാർത്ഥത്തിൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഫൈനാൻസിങ് ആണ്. ഞാൻ അവിടെയാണ് ജോലി ചെയ്തിരുന്നത്. അത് ഒരു തരത്തിൽ ഞാൻ പഠിച്ചിരുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ എന്നെ പ്രാപ്തനാക്കിയിരുന്നു. അപ്പോൾ ഈ ചോദിക്കുന്ന ചോദ്യം,
എന്തുകൊണ്ട് KSRTC ലാഭത്തിലാകുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. യഥാർത്ഥത്തിൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലാഭത്തിലാകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. 1950 RTC ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിലവിൽ വന്നത്. അതിൽ പറയുന്നത് ടു പ്രൊവൈഡ് ഇക്കണോമിക്, എഫിഷ്യൻറ്റ് ആൻഡ് വെൽ കോർഡിനേറ്റഡ് സർവീസസ് എന്ന് മാത്രമാണ് അത് പറയുന്നത്. ഇത് നടത്തുന്നതിന് കുറേയധികം കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് പറ്റിപ്പോയ കുഴപ്പങ്ങളെപ്പറ്റി ഞാൻ പറയാം. കേരളത്തിലെ ആദ്യത്തെ മാനേജ്മെൻറ്റ് വിദഗ്ധനായിരുന്നത് നമ്മുടെ ഫാക്റ്റിൻ്റെ ചെയർമാനായിരുന്ന ഒരു ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ആരോടും പരിഭവമില്ലാതെ. ആ പുസ്തകം ഞാൻ ഓർക്കുന്നു. അത് 2 വോളിയംസാണ്. ഇതിനകത്ത് ഇദ്ദേഹം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഉണ്ടാകേണ്ട ഗുണമേന്മകളെപ്പറ്റി, അതിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും അതെങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെപ്പറ്റിയും അദ്ദേഹം പറയുന്നുണ്ട്. ഈ നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് രൂപം കൊടുക്കുന്നതും നടത്തുന്നതും. പക്ഷേ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങളാക്കി മാറ്റുമ്പോൾ അവയെ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ പേര് മാറ്റി എന്നുള്ളതല്ലാതെ നടത്തിപ്പിലോ ബാക്കിയുള്ള കാര്യങ്ങളിലോ യാതൊരു വിധമായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ടായിരുന്നില്ല. 1965 KSRTC ആയി. 1972 ഞാൻ ജോലി കിട്ടി ചെല്ലുമ്പോഴും 78 ഹെഡ് ഓഫീസിലേക്ക് ചെല്ലുമ്പോഴും അവിടെ ചില ഫോംസിലൊക്കെ എഴുതിയിരുന്നത് ഡയറക്ടർ എന്ന് തന്നെയാണ്. അപ്പോഴത്തേക്കും ജനറൽ മാനേജറായി കഴിഞ്ഞു. അതുപോലും ആ മാറ്റങ്ങൾ പോലും സ്ട്രക്ചറലായിട്ട് വരുത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് വരുത്തേണ്ടിയിരുന്ന ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ സ്ഥാപനത്തിൽ ഒട്ടും തന്നെ നടത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ KSRTCക്ക് ഒരു നല്ല മാനേജ്മെൻറ്റ് ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. മിക്കവാറും ഒന്നിൽ IAS ഓഫീസേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ IPS ഓഫീസേഴ്സ് ആയിരിക്കും. അവരിൽ മിക്കവർക്കും അവരെ ഒഴിവാക്കാനായിട്ട് സർക്കാരിൽ നിന്നും മറ്റുമൊക്കെ ഇങ്ങോട്ട് വിടുന്നതാവും. അതിനെ ബാബുപോൾ സാറിനെയൊക്കെ ഞാൻ ഒഴിവാക്കുന്നു. മലയാറ്റൂർ രാമകൃഷ്ണൻ, അങ്ങനെ പ്രഗത്ഭമതികളായ പലരും ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും പല ആൾക്കാരും വേണ്ട വിധത്തിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതിൽ അവർക്ക് കഴിവില്ലായിരുന്നു, അല്ലെങ്കിൽ അവരതിനകത്ത് വേണ്ട വിധം ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതിനെപ്പറ്റി പറയാൻ. ഈ മാനേജ്മെൻറ്റിനെ പറ്റി തന്നെ പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. ഈ മാനേജിംഗ് ഡയറക്ടർ, അത് കഴിഞ്ഞിട്ട് ഫിനാൻഷ്യൽ അഡ്വൈസർ ആൻഡ് ചീഫ് അക്കൗണ്ട്സ് ഓഫീസർ എന്നുള്ള നിലകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് താഴേക്ക് ശരിക്കു പറഞ്ഞാൽ മാനേജ്മെൻറ്റ് തലത്തിൽ ഒരു ശൂന്യതയാണുള്ളത്. ആർക്കും ഒന്നിനെപ്പറ്റി അറിയത്തില്ല. രാവിലെ വരുന്നു, ജോലി ചെയ്യുന്നു, പോന്നു എന്നുള്ളതല്ലാതെ ഇവിടെ വരുന്നു, എന്തുകൊണ്ട് കളക്ഷനിൽ ഡ്രോപ്പ് വരുന്നു, അല്ലെങ്കിൽ ഇന്ന പ്രശ്നം, അതിനെപ്പറ്റി ചിന്തിക്കാൻ അവരെ കൊണ്ട് കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. അവരതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, യാന്ത്രികമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, പോകുന്നു. അവിടെ ഓഫീസർ തസ്തികയിലേക്ക് വരുന്നതിനകത്ത് ബഹുഭൂരിപക്ഷം ആൾക്കാരും ഞാൻ റിട്ടയർ ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ പറയുമ്പോൾ ആർക്കെങ്കിലും കേൾവിക്കാർക്ക് വിഷമം ഉണ്ടാകുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാനൊരു കാര്യം പറയാം. അതിനകത്ത് മാനേജ്മെൻറ്റ് തലങ്ങളിലേക്ക് വരുന്നതിനകത്ത് ഒരു നല്ല പങ്ക് ആൾക്കാരും ആ ഓഫീസർ തസ്തികയിലെത്താൻ ഇൻകോമ്പീറ്റൻ്റാണ്. ഈ പ്രൊമോഷൻ രീതി മാറ്റണം. കഴിവുള്ളവരെ മാത്രം, കഴിവും വിദ്യാഭ്യാസവും ഉള്ളവരെ മാത്രം ആ തസ്തികകളിലേക്ക് കടത്തിവിടണം. പലപ്പോഴും ഡിപ്പെൻഡൻസ്, ആശ്രിത നിയമനം കിട്ടി വരുന്നതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും നിർദ്ദിഷ്ടമായിട്ടുള്ള ഗുണങ്ങളോ വിദ്യാഭ്യാസപരമായിട്ടുള്ള നിലവാരങ്ങളോ ഇല്ല എന്ന് പറയുമ്പോൾ ഒരിക്കൽ കൂടി ഞാൻ അവരോട് പറയുന്നു, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. സത്യം പറയാതിരിക്കാനാകത്തില്ല. സത്യം ഇപ്പോഴെങ്കിലും ആരെങ്കിലും തുറന്ന് പറയണം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ നിയന്ത്രണങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ഈ നിബന്ധനകൾ പാലിക്കണം. കഴിവുള്ളവരെ മാത്രം മേളിലേക്ക് നമുക്ക് കടത്തിവിടണം. അടുത്തതായിട്ട് KSRTCയുടെ അപജയത്തിന് കാരണമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഇതിലെ നവീകരണം എന്നൊരു സംഗതിയില്ല. ഒരിക്കലും യാതൊരു നവീകരണങ്ങളും ഇല്ലാതെ പോകുന്നതാണ്. ഓപ്പറേറ്റിംഗ് വിങ്ങിലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ വിങ്ങിലോ യാതൊരു വിധമായിട്ടുള്ള നവീകരണങ്ങൾ നടത്തുന്നില്ല. ആകെപ്പാടെ വന്നിട്ടുള്ള ചേഞ്ച്, ഞാൻ 2072 സർവീസ് വന്നു.
2005 ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ അതുവരെ വന്നിട്ടുള്ള രണ്ട് മാറ്റങ്ങളെന്ന് പറയുന്നത്, ഒന്ന് അക്കൗണ്ടിങ്ങിലെ വന്നിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ അക്കൗണ്ടിങ്ങിലേക്ക് മാറി എന്നുള്ളതാണ്. അതും പരിപൂർണമായിട്ടില്ല എന്ന് പറയുന്നവരും ഉണ്ട്. എനിക്കതിനെപ്പറ്റി ഒരു ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല, ഞാൻ അക്കൗണ്ടിങ് പഠിച്ചിട്ടില്ല. രണ്ടാമതായിട്ട് മെക്കാനിക്കൽ ബ്രാഞ്ചിന് പിന്നെ ഒരു മാറ്റം വന്നതെന്ന് പറഞ്ഞാൽ ഈ മാനുവൽ ടിക്കറ്റ് റാക്കിന് പകരം ഇലക്ട്രോണിക് റാക്കുകളിലേക്ക്, ഇലക്ട്രോണിക് മെഷീനുകളിലേക്ക് വന്നു എന്നുള്ളതാണ്. അത് ധാരാളം സേവിങ്സ് കോർപ്പറേഷൻ ഉണ്ടാക്കി കൊടുത്ത ഒരു കാര്യമാണ്. അതിനെപ്പറ്റി ഫർദർ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കഷ്ടമായിട്ടുള്ള കാര്യം മെക്കാനിക്കൽ ബ്രാഞ്ചിലാണ്. മെക്കാനിക്കൽ ബ്രാഞ്ചിൽ ഈവൻ ഒരു ടയർ ഇളക്കുന്നതിനുള്ള ന്യൂമാറ്റിക് ടൂൾസ് പോലും കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്നവർ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും അവർ പഴയതിൻ്റെ കൂട്ട് അവർ ഈ മാടുകളെ പോലെ പണിയെടുത്തെങ്കിൽ മാത്രമേ ഒരു ടയർ അഴിക്കാൻ പറ്റൂ. നമ്മളിപ്പോൾ ഒരു കാറിൻ്റെ ടയർ മാനുവലായിട്ട് അഴിക്കുമ്പോൾ തന്നെയുള്ള പ്രയാസം നിങ്ങൾക്കറിയാം. ഒരു ബസ്സിൻ്റെ ടയർ അഴിക്കുമ്പോഴുള്ള പ്രയാസം എത്രമാത്രമായിരിക്കും. അത് കൊടുക്കാൻ സാധിക്കാഞ്ഞിട്ടല്ല. ഞാനിപ്പോഴും ഓർക്കുന്നു, ഹൗസിംഗ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് കോർപ്പറേഷൻ 100 കോടി രൂപ ലോൺ എടുത്തു. നല്ല റീസണബിൾ റേറ്റിലാണ് ലോൺ എടുത്തത്. അതിൻ്റെ ചർച്ചകളിലൊക്കെ ഞാൻ പങ്കെടുത്തതാണ്. അതിലെ ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് 7.5 കോടി രൂപ ഗ്യാരേജിൻ്റെ നവീകരണത്തിനായിരുന്നു. 7.5 കോടി രൂപ നമുക്കതിൽ പ്രൊവൈഡ് ചെയ്തിരുന്നു. പക്ഷേ അതിനെ തുരങ്കം വെച്ചത് മെക്കാനിക്കൽ ഓഫീസേഴ്സ് തന്നെയായിരുന്നു എന്നുള്ളത് ഞാൻ വിഷമത്തോടു കൂടി ഓർക്കുന്നു. അവസാനമായിട്ട് അതിൻ്റെ ചാർജുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓഫീസ് ഡയറക്ടറോട് ഞാൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നു. അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ടയർ ഷോപ്പിലെ ഈ ന്യൂമാറ്റിക് ടൂൾസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. അതിന് തടസ്സം നിൽക്കുകയായിരുന്നു അവർ. അത് ചെയ്തോളൂ. എൻജിൻ ഷോപ്പിലെ എൻജിൻ ഓവർഹോൾ ചെയ്യുന്നിടത്ത് ഇന്ന് മാനുവലാണ്, ഉന്തിക്കോ തള്ളിക്കോ എന്ന് പറഞ്ഞിട്ട് സാധനങ്ങൾ സ്ട്രിപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന അവസ്ഥ. അതുപോലെ തന്നെ വേറൊരു രംഗമാണ് ബസ് ബോഡി ബിൽഡിങ്. അവിടെ ഒരു ചേസ് വന്നാൽ ചിലപ്പോൾ മാസങ്ങളോളം എവിടെയെങ്കിലും കിടക്കും, കാട് പിടിച്ച് കിടന്നിട്ട് അവസാനം ബസ് ബേയിലേക്ക് വരും. ബസ് ബേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡ്രോയിങ്ങിൻ്റെ അടിസ്ഥാനത്തിലല്ല ബസ് ബോഡി ഉണ്ടാക്കുന്നത്. ഡ്രോയിങ് ഇല്ല. അപ്പോഴവിടുത്തെ ജീവനക്കാർക്ക് തോന്നുന്ന രീതിയിൽ ഒരു ബസ് ബോഡി ഉണ്ടാക്കും. അത് ആ ബോഡി അവസാനം RTO ഓഫീസിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് ഒരു ഡ്രോയിങ് ഉണ്ടാക്കിയാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ബസ് ബോഡി ഉണ്ടാക്കുന്നതിൽ വളരെയധികം നമുക്ക് ആധുനികവൽക്കരിക്കാൻ കഴിയും. TVS ഒക്കെ നമുക്കൊരു ബസ് ബോഡിക്ക് ഒരു ബസ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ലിമിറ്റഡ് ടൈമിൽ ഒരു ബസ് ബോഡി ഉണ്ടാക്കി കൊടുക്കും. കാരണം നമ്മളൊരു ചേസിസ് വാങ്ങിക്കുമ്പോഴേ 25 ലക്ഷം രൂപ, പഴയ കണക്കിൽ 25 ലക്ഷം രൂപയെങ്കിലും ആകും. ഈ 25 ലക്ഷം രൂപയുടെ ഒരു ചേസിസ് വന്ന് അവിടെ കെട്ടിക്കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 25 ലക്ഷത്തോളം രൂപ അവിടെ വെറുതെ കിടക്കുന്നു എന്നാണ് അർത്ഥം. ഇത് മാറണം. നമുക്ക് അതേസമയം തന്നെ സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ബസ് ബോഡീസ് നടപ്പാക്കി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുട് ബോർഡ് കൃത്യമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് ഫിറ്റ് ചെയ്താൽ മതി. അത് ഫിറ്റ് ചെയ്ത് പെട്ടെന്ന് പോകാം. ഇതങ്ങനെയല്ല. അവിടെ ബസ് ബേയിൽ വന്നു കഴിഞ്ഞിട്ട്, ചേസസ് ബേയിൽ വന്നു കഴിഞ്ഞിട്ട് ഇത് ഫുട് ബോർഡ് ഉണ്ടാക്കും. ഇത്തരം കാര്യങ്ങൾ മാറ്റണം. പ്രീ ഫാബ്രിക്കേറ്റഡ് സാധനങ്ങൾ ഉപയോഗിച്ച്, ഡിവിഷൻ ഓഫ് ലേബർ ഉപയോഗിച്ച് ബസ് ബോഡി നിർമ്മാണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതിനുപോലും ശ്രമം ഉണ്ടായിട്ടില്ല. പിന്നൊന്നാണ് വെഹിക്കിൾ ഓവർഹോളിംഗ്. ഓപ്പറേറ്റിംഗ് യൂണിറ്റുകളിൽ നിന്ന് ബസ് സർവീസിന് വേണ്ടി വർക്ക്ഷോപ്പുകളിലേക്ക് അയക്കുന്നു. അതും ഈ പറഞ്ഞ പോലെ സർവീസിൽ നിന്ന് വിഡ്രോ ചെയ്ത് വർക്ക്ഷോപ്പുകളിലേക്ക് അയക്കുന്നു. 3-4 മാസം കഴിഞ്ഞിട്ടാണ് ഈ ബസ് തിരികെ വരിക. യഥാർത്ഥത്തിൽ മാക്സിമം ഒരാഴ്ച കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. അതായത് യാതൊരു പ്ലാനിങ്ങും ഇല്ല. അതാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഇനിയെങ്കിലും ഇതൊക്കെ നമ്മൾ മാറ്റണം. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ഗവൺമെൻറ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ നിർബന്ധിതമാണ്. വളരെ അപൂർവമായിട്ട് മാത്രമേ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കിട്ടാറുള്ളൂ. 1994 അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ ഭാഗമായിരുന്ന ബാലകൃഷ്ണപിള്ള പറഞ്ഞൊരു കാര്യമുണ്ട്. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കൊടുക്കാതെ തന്നെ ഞാൻ ആ സ്ഥാപനത്തെ ശരിയാക്കി കാണിക്കാം. ഈ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കിട്ടുന്നത് ഈ ആ വിദൂരസ്ഥമായ ഗ്രാമങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും സർവീസ് നടത്തുന്ന ബസ്സുകൾ, കൊടുക്കുന്ന സ്റ്റുഡൻസ് കൺസെഷന്, അതുപോലെ തന്നെ ബാക്കി പലതരം കൺസെഷനുകൾ, ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന കൺസെഷൻസ്,
ഈ കണ്ണ് കാണാൻ വയ്യാത്തവർക്ക് കൊടുക്കുന്ന കൺസെഷൻസ്, ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് സർക്കാർ കിട്ടേണ്ട സഹായങ്ങൾ റീഇംബേഴ്സ് ചെയ്യുന്നില്ല എന്ന് തന്നെയല്ല, പലപ്പോഴും സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കേണ്ട ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാറില്ല. സെൻട്രൽ ഗവൺമെൻറ് ഇതിന് തുല്യമായി 2 രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ, 1 രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുകയാണെങ്കിൽ 1 രൂപ സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടി അത് കൊടുക്കുന്നത് റെയിൽവേസാണ്. 1989 ശേഷം റെയിൽവേസ് 10 പൈസ പോലും അതിനകത്ത് കൊടുത്തിട്ടില്ല. അതേസമയം തന്നെ എല്ലാ ട്രെയിനിൻ്റെ ടൈമിനനുസരിച്ചും, പ്രത്യേകിച്ചും ട്രിവാൻഡ്രത്ത് നിന്ന് 5 മണിക്ക് തിരിക്കുന്ന വേണാട് എക്സ്പ്രസ്സിന് ആൾക്കാരെ എത്തിക്കുന്ന ജോലി വരെ ഈ സ്ഥാപനം ചെയ്യണം. ഇങ്ങനെ നിരന്തരമായിട്ടുള്ള കാര്യങ്ങൾ, ഈ നഷ്ടങ്ങൾ ഇങ്ങനെ വരുന്ന സംഭവങ്ങളുണ്ട്. പിന്നെ ഈ ഷെഡ്യൂളിങ്ങിലെ അപാകതകൾ, ഷെഡ്യൂൾ ഉണ്ടാക്കുന്നതിൽ അനാവശ്യമായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് പലപ്പോഴും പലർക്കു വേണ്ടി ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ ചേർന്നിട്ടാണ് ഈ സ്ഥാപനത്തെ ഈ നിലയിലെത്തിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ സ്ഥാപനം ലാഭത്തിലാക്കണം എന്നൊന്നും എനിക്ക് പറയാനില്ല. അതേസമയം തന്നെ ജനോപകാരപ്രദമായ രീതിയിൽ നടക്കണം. പിന്നെ ഈ കൈക്കൂലി അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൈക്കൂലി ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ ഫൈനാൻസ് വിങ്ങിലൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എൻ്റെ ദീർഘകാലം കൊണ്ട് ഞാൻ കണ്ടിട്ടില്ല എന്നുകൂടെ ഞാൻ പറയട്ടെ. ഞാൻ വായനയെപ്പറ്റി പറഞ്ഞു. പുസ്തകം വായനയിലേക്കും പുസ്തകങ്ങളിലേക്കും എന്നെ വഴിതിരിച്ചു വിട്ടത് എൻ്റെ ഗ്രാൻഡ് ഫാദറായിരുന്നു. ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. മാതൃഭൂമി വീക്ക്ലി അന്നും ഇന്നും എൻ്റെ ജീവിതത്തിൻ്റെ എനിക്ക് ഒഴിവാക്കാനാകാത്ത ഒരു കാര്യമാണ്. എൻ്റെ മരണം വരെയോ അല്ലെങ്കിൽ കണ്ണ് കാണാവുന്ന ഇടത്തോളവും ഞാൻ മാതൃഭൂമി ഞാൻ വായിക്കും. ആ മാതൃഭൂമിയിൽ വന്ന നോവലുകൾ, ഉദാഹരണത്തിന് ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുള, പിന്നെ തിക്കൊടിയൻ്റെ ചുവന്ന കടൽ, ഇതൊക്കെ വായിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. കുറച്ച് നാളുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അരവിന്ദൻ്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും വന്നു. അത് ഞാൻ വലിയപ്പച്ചനോട് ചോദിച്ചു മനസ്സിലാക്കും. അങ്ങനെയാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് 11ാമത്തെ വയസ്സിൽ എനിക്ക് ലൈബ്രറി മെമ്പർഷിപ്പ് കിട്ടുന്നു. താലൂക്ക് ലൈബ്രറിയാണ്, പുസ്തകങ്ങളുടെ ഒരു വലിയ കലവറ തന്നെയാണ്. ആ പുസ്തകങ്ങളിൽ ഞാൻ ആദ്യം വായിച്ചത് കൊട്ടാരത്തിൽ ചങ്കുണ്ണിയുടെ ഐതിഹ്യമാലയാണ്. അന്നത് 8 വോളിയമാണ്. ആ 8 വോളിയങ്ങൾ ഓരോ ദിവസം ഓരോന്ന് വെച്ച് വായിച്ചു. പകലും രാത്രിയും മണ്ണെണ്ണ വിളക്കത്ത് ഇരുന്ന് വായിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പുസ്തകങ്ങളുടെ ഒരു വലിയ നീണ്ട നിര, തകഴിയുടെ 2 ഇടങ്ങഴി, ചെമ്മീൻ, ഇങ്ങനെ ഓരോരോ പുസ്തകങ്ങളായിട്ട് വന്നു. പിന്നെ ആ കാലഘട്ടങ്ങളിലെ പ്രസിദ്ധമായ ചില നോവലുകളൊക്കെ ഉണ്ട്. ഈ തകഴിയുടെ ഏണിപ്പടികൾ, പിന്നെ കേശവദേവിൻ്റെ അയൽക്കാരെ, അങ്ങനെയുള്ള പുസ്തകങ്ങൾ, ഇതെല്ലാം വായിച്ച് മേളിലേക്ക് വന്നു. അപ്പോഴേ ഒരു 76 കാലമായപ്പോഴത്തേക്ക് ഇംഗ്ലീഷിൽ നിന്ന് നന്നായിട്ട് വായിച്ചു. അങ്കിൾ ടോംസ് ക്യാബിൻ തുടങ്ങിയ എല്ലാ പുസ്തകങ്ങളും, ആ സീരീസ് എല്ലാം വായിച്ചു. ഇംഗ്ലീഷ് പ്രധാന പുസ്തകങ്ങളെല്ലാം വായിച്ചു. പിന്നെ ഞാൻ 76 കാലഘട്ടം എന്ന് 70-75 കാലഘട്ടം എന്ന് പറഞ്ഞത് മലയാള സാഹിത്യത്തിൻ്റെ ഒരു പുഷ്കലമായൊരു കാലഘട്ടമായിരുന്നു. പ്രധാനപ്പെട്ട 3 നോവലുകൾ, OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം, മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകൾ, ഇങ്ങനെ തുടങ്ങിയ നോവലുകൾ. ഇതിനോടൊപ്പം തന്നെ മറ്റ് ബുദ്ധിപരമായ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ കാലഘട്ടങ്ങളിലെ മലയാളത്തിൽ വന്നിരുന്ന എല്ലാ പ്രധാന പുസ്തകങ്ങളും ലൈബ്രറിയിലൂടെ ഞാൻ വായിച്ചു. ഇപ്പോഴും ഞാൻ കൃത്യമായിട്ട് വായിക്കുന്നു. പിന്നെ എം ടിയുടെ 2-ാം ഊഴം, PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ, ഇങ്ങനെയുള്ള പുസ്തകങ്ങളിലൂടെ എല്ലാം വന്നു. ഇപ്പോഴേ TD രാമകൃഷ്ണനുണ്ട്. TD രാമകൃഷ്ണൻ്റെ പച്ച മഞ്ഞ ചുവപ്പ് നോവൽ, അതെല്ലാം ഞാൻ നന്നായിട്ട് തന്നെ വായിച്ചിരിക്കുന്നു. മലയാളം ഇന്നും എനിക്കൊരു ക്രേസ് തന്നെയാണ്. ഞാൻ കഴിയുന്നത് എല്ലാ പുസ്തകങ്ങളും ഇപ്പോൾ വാങ്ങിക്കുകയാണ് പതിവ്, വായിക്കാറുണ്ട്. ഇംഗ്ലീഷും സാമാന്യമായിട്ട് തന്നെ എന്നെ പോലുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വായിക്കേണ്ടതായിട്ടുള്ള മിക്കവാറും എല്ലാ പുസ്തകങ്ങളും തീർന്നു കഴിഞ്ഞു. സ്റ്റിൽ ഞാൻ വായിക്കുന്നു. ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാൻസറിനെ പറ്റിയുള്ള ഒരു പുസ്തകമാണ്. എംപറർ ഓൾ മാലഡീസ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു പുസ്തകം. അതുപോലെ തന്നെ ഞാൻ ഈയിടെ വായിച്ച, എനിക്കൊരു കണ്ണുനീരോടുകൂടി വായിച്ച ഒരു പുസ്തകമുണ്ട്. പോൾ കലാനിധി എന്ന് പറയുന്ന ഒരു ഡോക്ടർ എഴുതിയൊരു പുസ്തകം. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു, ഒരു ന്യൂറോ സർജൻ.
അദ്ദേഹത്തിന് 36-ാമത്തെ വയസ്സിൽ ക്യാൻസർ പിടിപെടുന്നത്, ലങ്സിനെ ക്യാൻസർ പിടിപെടുന്നതും ഇതിനിടയ്ക്കൊരു മകളുണ്ടാകുന്നതും മരിക്കും എന്നറിഞ്ഞുകൊണ്ട് ആ മകളോടൊപ്പം ചെലവഴിച്ച ദിനങ്ങൾ, ഇതൊക്കെ വായിക്കുമ്പോൾ ഇതൊക്കെ തന്ന വായനാനുഭവങ്ങൾ വളരെ വലുതാണ്. ഇതൊക്കെ വായിക്കാൻ സാധിച്ചല്ലോ, എനിക്കതിന് കഴിഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇത്രയുമൊക്കെ പോകാൻ കഴിഞ്ഞല്ലോ എന്നൊരു സന്തോഷം എനിക്കുണ്ട്.